ഗൈസ് അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ എന്ന് വന്നിട്ടുണ്ട്. ട്രെയിലർ അതിഗംഭീരമാണ്. ആൻഡ് ഇതിൽ ലീഡ് ചെയ്യുന്നതന്നെ തോറാണ്. പക്ഷേ തോറിനേക്കാൾ മേലെ ആരാണ്? RDJ ആണ്. പക്ഷേ RDJ ഇപ്രാവശ്യം വില്ലനാണ്. പക്ഷേ എന്താ പറയുക, ഇതുവരെയുള്ള മാർവൽ സീരീസിനേക്കാൾ ബെറ്ററാണ് എന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ ഹൈപ്പ് വളരെ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനമായിട്ട് അവഞ്ചേഴ്സിൻ്റെ പടം എന്ന് പറയുന്നത് എൻഡ് ഗെയിമാണ്. അത് 2019 വന്നത്. 2019 തന്നെ വളരെ ആഗോളതലത്തിൽ സൂപ്പറായിരുന്ന ഒരു പടം തന്നെയായിരുന്നു. മാർവൽ സീരീസിന് എൻ്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് എൻഡ് ഗെയിം തന്നെയായിരുന്നു ആ പടത്തിൽ കാഴ്ചവെച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാർവൽസിൻ്റെ സീരീസിൽ ആയാലും പടങ്ങളിലായാലും ആ ഒരു കണ്ടിന്യൂറ്റിയോ ആ ഒരു മാസ്റ്റർ പീസ് എക്സ്പീരിയൻസോ കാണാൻ സാധിച്ചില്ല. പക്ഷേ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ അതിനെല്ലാം വിപരീതമായിട്ട് എന്താ പറയുക, കുറച്ചും കൂടെ മാർവലസ് ആയിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇതിലുള്ള ക്യാരക്ടേഴ്സ് മൊത്തം മാറിയിട്ടുണ്ട്. കാരണം മാർവൽ സ്റ്റുഡിയോസ്, ഫോക്സ് സ്റ്റുഡിയോസ്, എക്സ്മാൻ അങ്ങനെ പല ക്യാരക്ടേഴ്സ് ഇപ്പം ഈ ഒരു ഡൂംസ്ഡേയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ പഴയ OG അവഞ്ചേഴ്സ്, അതിൽ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വന്നിട്ടുണ്ട്. കൂടാതെ എന്താണെന്നറിയില്ല, കാരണം ഇത് റൂസോ ബ്രദേഴ്സിൻ്റെയാണ്. കാരണം ഇതിനു മുമ്പ് വേറൊരു ഡയറക്ടറാണ് അവഞ്ചേഴ്സ് കാങ് ഡൈനസിറ്റി എന്ന് പറയുന്ന പടത്തിനായിട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷേ എന്തോ കാരണങ്ങളാൽ എന്താ പറയുക, അത് നടന്നില്ല. പകരം കിഡിലൻ ഒരു ഡയറക്ടേഴ്സിൻ്റെ പടം തന്നെയാണ് അവഞ്ചേഴ്സിൻ്റെ കിട്ടിയത്. ഈ ഗെയിം എടുത്ത റൂസോ ബ്രദേഴ്സ് തന്നെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തയ്യാറാക്കുന്നത്. ഇതിന് ശേഷം സീക്രട്ട് വാർസിലേക്കാണ് കടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ട്രെയിലർ അതിഗംഭീരമാണ്. സോ ഭയങ്കര ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിലർ. കൂടാതെ പല ക്യാരക്ടേഴ്സും പഴയ ക്യാരക്ടേഴ്സ് ഇല്ല, പക്ഷേ പുതിയ ക്യാരക്ടേഴ്സ്, അതിനനുസരിച്ചുള്ള സ്റ്റോറി ഡെവലപ്മെൻറ്റ് എന്തായാലും റൂസോ ബ്രദേഴ്സ് കൊടുക്കുന്നതായിരിക്കും. സോ ഐ എം എക്സൈറ്റഡ്. സോ RDJ വില്ലൻ, ബട്ട് തോറിൻ്റെ പവറൊന്നും RDJക്ക്, ഐ മീൻ ഡോക്ടർ ഡൂമിന് വളരെ ഈസി ആയിട്ടാണ് തടുത്തിരുന്നത്. കാരണം ഗോഡ് ഓഫ് തണ്ടറാണ് തോർ. പക്ഷേ എങ്കിലും എന്താ പറയുക, ഭയങ്കര ഒരു ഗൂസ് ബംപ് സീന് തന്നെ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ആൻഡ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലെ ഒരു നല്ലൊരു പടമായിട്ട് ഡൂംസ്ഡേ വരുമെന്ന് തോന്നുന്നു. ആൻഡ് വളരെ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ട്രെയിലർ വന്നേക്കുന്നത്. മാർവലിൻ്റെ ഫ്ലോ തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി ആയിരുന്നു. പക്ഷേ എൻഡ് ഗെയിമിന് ശേഷം പല പടങ്ങളിലും കണ്ടിന്യൂറ്റി കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാർവലിൻ്റെ അവസ്ഥ. അത് കാരണം പല പടങ്ങളും താഴേക്ക് വന്നിട്ടുണ്ട്. റീസെൻ്റായി വന്ന പടങ്ങൾ പോലും കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നിക്കാത്ത വിധത്തിലാണ് അവർ കാഴ്ചവെച്ചത്. പക്ഷേ മറ്റു പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഇതവർ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡിസംബർ ആകുമ്പോഴാണ് ഈ പടം വരുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നൈസ്. മാർവൽ കംബാക്ക് അടിക്കുമെന്നറിയില്ല, എങ്കിലും സൂപ്പറാണ്. മാർവലിൻ്റെ രക്ഷകൻ RDJ ആയിരുന്നു. അതായത് അയൺമാൻ ഫസ്റ്റ് തുടങ്ങി എൻഡ് ഗെയിം അവസാനിക്കുന്നത് വരെ RDJ എന്നൊരു ആളുടെ, ആ ആക്ടറിൻ്റെ ഒരു അയൺമാൻ എന്ന ക്യാരക്ടർ വളരെ ലെവലിൽ തന്നെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മറ്റ് ക്യാരക്ടേഴ്സ് ആയാലും എല്ലാവർക്കും അതിൻ്റേതായ ഈക്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർട്ട് നൽകിയിട്ടാണ് മാർവൽസ് ഓരോ പടത്തിനും വളരെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ആ ഒരു ടൈം ലൈനും ആ ഒരു ടൈം സ്റ്റോണും ആ ഒരു എന്താ പറയുക സീരീസല്ല ആ ഒരു യൂണിവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തത് വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. ആൻഡ് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നു. ഗൂസ് ബംസ് ഇറങ്ങുന്ന സീൻസൊക്കെ ഇത്രയും ആ ഇൻഫിനിറ്റി സാഗയിൽ ഉണ്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഇനി മാർവലിനൊരു കംബാക്ക് വരണമെങ്കിൽ അതൊരു RDJ വില്ലനായിട്ട് തന്നെ വരണം തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇതിൽ അയൺമാൻ ക്യാരക്ടറിൽ നിന്ന് നേരെ വിപരീതമായിട്ട് RDJ, രക്ഷകനായ RDJ ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. പക്ഷേ സോ വെയിറ്റിംഗ് ഫോർ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ.